ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂൾ ക്ലൈമറ്റ് പ്രൈവറ്റ് ഗാർഡനിലേക്കാണ്. ഓസ്ട്രേലിയയിലെ ഒബ്രോണിലുള്ള മേഫീൽഡ് ഗാർഡൻസ്. നാട്ടിലൊക്കെ സാധാരണ ഒരു വീടിൻ്റെ വീട്ടുമുറ്റത്ത് ലാൻഡ്സ്കേപ്ഡ് ആയിട്ട് എത്ര ഏരിയ കാണും? 10 സെൻറ്റ്, 20 സെൻറ്റ്, കൂടിപ്പോയ ഒരു ഏക്കർ അല്ലേ? ഇവിടെ ഹോക്കിൻസ് ഫാമിലിയുടെ വീട്ടുമുറ്റത്തുള്ള ഗാർഡൻ 75 ഹെക്ടറാണ്. ലാൻഡ്സ്കേപ്പിൽ തന്നെ വലിയൊരു വിസ്മയം തീർത്തിരിക്കുന്ന ഈ ഗാർഡൻ ഒന്ന് കാണേണ്ടതാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഒരു വീട്ടിൽ കൂടി വന്ന ലാൻഡ്സ്കേപ്ഡ് ആയിട്ട് എത്ര ഏരിയ ഉണ്ടാവും? 1 ഏക്കർ, കൂടിപ്പോയ ഒരു 2 ഏക്കർ അല്ലേ? ഇതാ ഇവിടെ ഒരു ഗാർഡൻ, ഹോക്കിൻസ് ഫാമിലി ഓൺ ചെയ്യുന്ന മേഫീൽഡ് ഗാർഡൻസ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂൾ ക്ലൈമറ്റ് പ്രൈവറ്റ് ഗാർഡൻ ആയാണ് മേഫീൽഡ് ഗാർഡൻസ് അറിയപ്പെടുന്നത്. 2 പൂന്തോട്ടങ്ങൾ ചേർന്നാണ് മേഫീൽഡ് ഗാർഡൻ ഉണ്ടാവുന്നത്. മേഫീൽഡ് എന്ന് തന്നെ പേരുള്ള 20 ഹെക്ടർ ഉള്ള ഒരു പൂന്തോട്ടവും ഹോക്കിൻസ് ഫാമിലി ഗാർഡൻ എന്നു പേരുള്ള 55 ഹെക്ടറുള്ള രണ്ടാമതൊരു പൂന്തോട്ടവും കൂടി ചേർന്നാണ് ഈ പ്രൈവറ്റ് ഗാർഡൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ മേഫീൽഡ് ഗാർഡൻ ഒരു വർഷത്തിലെ 363 ദിവസവും തുറന്നിരിക്കുമ്പോൾ ഹോക്കിൻസ് ഫാമിലി ഗാർഡൻ വർഷത്തിൽ 4 സീസണിലും 16 ദിവസം മാത്രമാണ് തുറന്നിരിക്കാറ്. ഇന്ന് നമ്മൾ 2 പൂന്തോട്ടങ്ങളും നടന്ന് കാണുന്നുണ്ട്. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു വാക്ക് വേ ആണ്. 2 സൈഡിലും മരങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഗം ട്രീ എന്നാണ് ഇതിനെ പറയുന്നത്. ഓസ്ട്രേലിയയിലെ ഗം ട്രീ. 2 സൈഡിലും ഇങ്ങനെ നട്ടുവെച്ചിട്ടുള്ള ഒരു ചെറിയ വാക്ക് വേ കൂടെയാണ് നമ്മൾ ആദ്യം നടക്കുന്നത്. സിഡ്നിയിൽ നിന്ന് ഒരു 200 കിലോമീറ്ററോളം അകലെ ഉള്ള ഒരു കൊച്ചു ടൗൺ ആണ് ഒബ്രോൺ. 4000 ആളുകൾ മാത്രം താമസമുള്ള ഈ ടൗണിന്റെ ഒരു സബർബിലായിട്ടാണ് ഈ ഗാർഡൻ ഉള്ളത്. പക്ഷെ ഒരു വർഷം ഈ ഗാർഡനിൽ 50,000-ഓളം ആൾക്കാരാണ് വിസിറ്റേഴ്സ് ആയിട്ട് എത്തുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഒരു ഫാമിലിയുടെ പൂന്തോട്ടം ആളുകൾക്ക് കാണാനായി തുറന്നു കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഒരു ചെറിയ തുകയ്ക്ക് ടിക്കറ്റ് എടുത്ത് നമുക്കത് കാണാം. വിവാഹ പാർട്ടികളും പിക്നിക്കുകളും മറ്റ് ഫംഗ്ഷൻസും അവിടെ വെച്ച് നടത്താനും സൗകര്യമുണ്ടാവും. ഇങ്ങനെയുള്ള പൂന്തോട്ടങ്ങളെയാണ് പ്രൈവറ്റ് ഗാർഡൻസ് എന്ന് പറയുന്നത്. കല്ലൊക്കെ കെട്ടിയിട്ടുള്ള ആ വാക്ക് വേ ഇങ്ങനെ നടന്നെത്തുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ചെറിയ കുളമാണ്. ആ കുളത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഫൗണ്ടൻ പോലെ ഒരു വാട്ടർ ഫീച്ചർ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പലയിടത്തും സൈനേജസ് ഉണ്ട്. മൃഗങ്ങളുണ്ടാകും, ഓസ്ട്രേലിയൻ ഫോണ ഉണ്ടാവും, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓസ്ട്രേലിയയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ലിസർഡ്സ് ആണ്, പല്ലികൾ. 20 സെൻറ്റിമീറ്റർ മുതൽ 2 മീറ്റർ വരെ വലിപ്പമുള്ള പല്ലികളുണ്ട് ഇവിടെ. ചിലരെ ഇവിടെ ഈ കല്ലുകളുടെ ഇടയിലും ഒക്കെ കാണാം ഈ ഗാർഡനിൽ. ചെറിയ ക്ലാസ്സിൽ വില്യം വേർഡ്സ്വർത്തിന്റെ ഒരു പോയം പഠിച്ചിട്ടില്ലേ? I wandered lonely as a cloud and then I saw a host of golden daffodils. ഇതാണ് ആ ഗോൾഡൻ ഡാഫഡിൽസ്. ഒരു കുളം ഉണ്ടാക്കിയിട്ട് അതിനെ കൊച്ചു കൊച്ചു ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ നടുക്ക് ചെറിയ ഒരു മരം കൊണ്ട് ഒരു ബ്രിഡ്ജ് പോലെ ഒരു വാക്ക് വേ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുളത്തിലാണെങ്കിൽ നിറയെ ആമ്പലിന്റെ ചെടികളാണ്. ചെമ്മരിയാടുകളുടെ ഫാമായിരുന്ന ഈ സ്ഥലത്ത് 1984 മേഫീൽഡ് ഗാർഡൻ ഉണ്ടാകുന്നത്. യൂറോപ്പിലെയും ഏഷ്യയിലെയും ഓസ്ട്രേലിയയിലെ മറ്റ് സ്ഥലങ്ങളിലെയും എല്ലാം പൂന്തോട്ടങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മേഫീൽഡ് ഗാർഡൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നുമില്ലാത്ത ഒരു പുൽപ്പറമ്പിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ്ലി ഓൺഡായ ഒരു കൂൾ ക്ലൈമറ്റ് ഗാർഡൻ ആക്കിയതിന് പിന്നിൽ വർഷങ്ങളുടെ പ്രയത്നമുണ്ട്.
പിങ്ക് പൂക്കളുള്ള ഒരു മരം. ഒരു ഇല പോലും ഇല്ലാതെ പൂത്ത് നിൽക്കുകയാണ് ഈ മരം. ഒരു കൊടയുടെ ഷേപ്പിൽ പ്രൂനസ് സ്പീഷീസിലുള്ള ഒരു മരമാണ്. ഓരോ സീസണുകളിലും തളിർക്കുന്ന പൂക്കുന്ന വ്യത്യാസമുള്ള ചെടികളും മരങ്ങളും കൊണ്ടാണ് മേഫീൽഡ് പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. വസന്തത്തിൽ പൂക്കുന്ന ചെടികളായിരിക്കില്ല സമ്മറിലും വിൻ്ററിലും പൂക്കുക. ഓട്ടം അല്ലെങ്കിൽ ശരത്കാലത്ത് ഇവിടെ പൂക്കളേ ഉണ്ടാകില്ല. ചുമപ്പിൻ്റെയും മഞ്ഞയുടെയും പല ഷെയ്ഡ്സിലുള്ള ഇലകളുള്ള മരങ്ങളായിരിക്കും ഇവിടെ നിറയെ. അതുകൊണ്ട് തന്നെ ഓരോ സീസണിലും ഗാർഡൻ്റെ അപ്പിയറൻസ് തന്നെ മാറുന്നുമുണ്ട്. ഇവിടെ വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ്ങിൻ്റെ തുടക്കമാണിത്. എല്ലാ പൂക്കളും ആയിട്ടില്ല, പൂക്കളൊക്കെ വിടർന്നു വരുന്നതേ ഉള്ളൂ. നടന്നു വരുന്ന വഴികളിൽ ചെറിയ ബെഞ്ചസ്, കോൺക്രീറ്റ് ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്. എന്നുള്ള ഒരു ചെറിയ പേരൊക്കെ ഇട്ട് മേഫീൽഡിന് വേണ്ടിയിട്ട്. ഇവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഈ ഗാർഡൻ്റെ ഭംഗിയുള്ള ഏരിയാസൊക്കെ ഒരു നല്ലൊരു ലുക്കൗട്ടിലിരുന്ന് നോക്കുന്ന പോലെ കാണാം. ഒരു ഗ്രോട്ടോ പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഉണ്ട് എൻ്റെ പുറകിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തൂടെ നമുക്ക് നടക്കാൻ പറ്റും. പൂന്തോട്ടത്തെ ഒരു വാട്ടർ ഗാർഡൻ ആക്കി മാറ്റാനും ഏറെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ലേക്കും ഗ്രോട്ടോയും വെള്ളച്ചാട്ടങ്ങളും കൊച്ചരുവികളും എല്ലാം ഈ പൂന്തോട്ടത്തിന് ഭംഗി കൂടുന്നു. നടക്കുന്നിടത്തെല്ലാം തന്നെ വെള്ളമൊഴുകുന്ന ശബ്ദം ഒരു പ്രത്യേക ഫ്രഷ്നെസ്സിൻ്റെ ഫീൽ തരും. കുഴൽ കിണറിലെ വെള്ളമാണ് ഈ പൂന്തോട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കാട്ടെത്താൻ സമ്മതിക്കാത്ത ഈ പൂന്തോട്ടത്തിൽ നല്ലൊരു കഫേയും ഉണ്ട്. ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പഴങ്ങളും പച്ചക്കറികളുമാണ് ഈ കഫേയിൽ ഉപയോഗിക്കുന്നത്. വെള്ളത്തിൻ്റെ കുപ്പികൾ റീഫിൽ ചെയ്യാൻ പൂന്തോട്ടത്തിൽ ഉടനീളം സൗകര്യവുമുണ്ട്. രണ്ട് കുട്ടികളും 2 അഡൾട്ട്സും ചേർന്നിട്ടുള്ള ഒരു ഫാമിലിക്ക് $65 ഈ പൂന്തോട്ടം നടന്ന് കാണാനുള്ള ചാർജ്. ഗാരിക് ഹോക്കിൻസ് എന്ന ഈ പൂന്തോട്ടത്തിൻ്റെ ഉടമയും പീറ്റർ ഡാസി എന്ന ഗാർഡൻ്റെ മാനേജറും കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഒരു ബിസിനസ്സുകാരനായ ഗാരിക് ഹോക്കിൻസ് ലോകത്തിലെ പല പൂന്തോട്ടങ്ങളും വർഷങ്ങളോളം നോക്കിക്കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പൂന്തോട്ടം ഉണ്ടാക്കിയത്. ഇതൊരു ചൈനീസ് പഗോഡയുടെ മോഡലാണ്. ഈ ഗാർഡൻ്റെ ഒരു ഹൈലൈറ്റും കൂടിയായാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു ഗാർഡൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ലേക്കും നിറയെ പൂക്കളും അതുപോലെ ഇതുപോലെ തന്നെ വെട്ടി ഒതുക്കി നിർത്തിയിട്ടുള്ള ചെടികളും എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ വലിയ ഗാർഡൻ്റെ ഉടമകളായ ഹോക്കിൻസ് ഫാമിലിയുടെ വീടിൻ്റെ മുമ്പിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. പണ്ടത്തെ വഴി കണ്ടുപിടിക്കാനുള്ള ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഓർമ്മയില്ലേ, ബാലരമയിലൊക്കെ വരുന്നത്? അതുപോലെ ഒരു മെയ്സിലേക്കുള്ള വഴിയിലാണ് നമ്മൾ. പിങ്കും ചുവപ്പും പൂക്കൾ പൂത്ത് നിൽക്കുന്ന ഒരു വഴിത്താരയിലൂടെയാണ് നമ്മൾ ഈ മെയ്സ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പുറകെ കാണുന്നതാണ് മെയ്സ്. നമ്മൾ അകത്തേക്ക് പോകാൻ റെഡിയാവാണ്. ഈ മെയ്സിൽ വഴി കണ്ടുപിടിച്ച് അവസാനം നടുക്കെത്തുകയാണെങ്കിൽ നടുക്കുള്ള ഒരു ബെല്ലടിക്കാം. അതാണ് ഇതിൻ്റെ റൂൾ. ശരി, പോയി നോക്കാം.
ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മെയ്സിലേക്കാണ് നമ്മൾ നടന്നു കയറാൻ പോകുന്നത്. 1.5 കിലോമീറ്റർ നീളമുണ്ട് ഈ മെയ്സിന്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇഷ്ടികയെല്ലാം കൂടെ അടുക്കി വെക്കുകയാണെങ്കിൽ 3 വീടുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. മിനിറ്റ് കൂടുതൽ നടന്നു. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. ദ ജേർണി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഡെസ്റ്റിനേഷൻ എന്ന് പറയില്ലേ? ഈ ഒരു കേസിൽ ജേർണിയും ഡെസ്റ്റിനേഷനും രണ്ടും ഒരുപോലെ റിവാർഡിംഗ് ആണ്. ഇത് ഈ ഗാർഡൻ്റെ അകത്തുള്ള വേറൊരു സ്ട്രക്ചറാണ്. കുറച്ച് ഇഷ്ടികയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ടിലെല്ലാം ഹൈഡ്രാഞ്ചിയാണ് നിറയെ പിടിപ്പിച്ചിരിക്കുന്നത്, ഇങ്ങനെ കയറ്റി വിട്ടേക്കുന്നത്. അകത്ത് മുഴുവൻ റോസ ചെടികളാണ്. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്പ്രിങ്ങിലേക്ക് എത്തുന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും ശരിക്കും പൂത്തിട്ടില്ല. ഫുൾ സമ്മർ ആകുമ്പോൾ ഇതിൽ നിറയെ പൂക്കളായിരിക്കും. എന്റെ പുറകിൽ ഈ നിറയെ പൂത്ത് നിൽക്കുന്ന ചെടിയുടെ പേര് റോഡോഡെൻഡ്രോൺ എന്നാണ്. ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ റോഡോഡെൻഡ്രോൺ കളക്ഷനുകളിലൊന്ന് ഈ ഗാർഡനിലാണ്. ഈ പൂന്തോട്ടം ഒബ്രോൺ എന്ന ഈ കൊച്ചു ടൗണിലെ കുറേയേറെ ആളുകൾക്ക് ജോലി കൊടുത്തു. മാത്രമല്ല 25 സ്റ്റാഫുള്ള ഈ പൂന്തോട്ടത്തിൽ ഒരു ചെറിയ അക്രഡിറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാമും നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലൂടെ അക്രഡിറ്റേഷനും ലഭിക്കും. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരു പൂന്തോട്ടം. അവിടെ എവിടെയായി വെള്ളച്ചാട്ടങ്ങൾ, വെട്ടി ഒതുക്കി നിർത്തിയ മരങ്ങൾ, നടക്കാനുള്ള വാക്കിംഗ് ട്രാക്ക്, നമ്മളുടെ കുട്ടിയെ ഉണർത്താൻ ഒരു മെയ്സ്, അങ്ങനെ പലതും. റോഡോഡെൻഡ്രോൺ, ആമ്പൽ പൂക്കൾ, പിയോനി, വെസ്റ്റീരിയ, വൈബേനം, ഐറിസ്, ട്യൂലിപ്സ്, റോസസ്, ചെറി പൂക്കൾ, ഇങ്ങനെ എത്രയെത്ര തരം പൂക്കളാണിവിടെ. ഒബ്രോണിലുള്ള മേഫീൽഡ് ഗാർഡൻസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അൺലിമിറ്റഡ് ടെയിൽസ് എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ടേക്ക് കെയർ. For more architecture content, please like, share and subscribe to our YouTube channel, Unlimited Tales. Also, follow us on Instagram and Facebook for more updates.